തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് വൈഷ്ണ. മുട്ടട വാർഡ് തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് വൈഷ്ണയെ നിയോഗിച്ചിരിക്കുന്നത്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വൈഷ്ണ. ഈ പ്രായത്തിൽ പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും സ്വീകരിക്കുന്നു എന്ന് വൈഷ്ണ പ്രതികരിച്ചു. വാർഡിലെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് വോട്ടും അനുഗ്രഹവും തേടുന്ന തിരക്കിലാണ് വൈഷ്ണ. PR പ്രവീണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞത്, ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് വൈഷ്ണ. എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു. ഇത് തുടങ്ങി വാർഡിലിറങ്ങി എല്ലാവരെയും കണ്ടു തുടങ്ങി. നമ്മളങ്ങനെ എല്ലാവരെയും കണ്ടു തുടങ്ങിയിട്ടില്ല, കാരണം ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ വാർഡിലെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രവർത്തകരും പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നമുക്ക് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ആൾക്കാരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് പിന്തുണയെ ഉറപ്പിച്ച് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ വൈകിട്ട് ഇറങ്ങി, ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. വൈഷ്ണ ഇപ്പോൾ എന്ത് ചെയ്യാണ്? ഞാനിപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലോ അക്കാഡമിയിൽ LLB യൂണിറ്ററി ബാച്ച് സെക്കൻഡ് ഇയർ ആണ്, LLBയും ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇറങ്ങിയിട്ട് ആൾക്കാരെയൊക്കെ? പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് കാണുന്നത്, പാർട്ടി പ്രവർത്തകരെ ആയിരിക്കും, എന്നാലും കണ്ടിട്ട് പൊതുവെ എങ്ങനെയുണ്ട്, ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? നമ്മൾ ഈ പാർട്ടി പ്രവർത്തകരെ മാത്രമല്ല കാണുന്നത്, അവരെയും കാണുന്നുണ്ട്. പിന്നെ നമുക്ക് പേഴ്സണലി ഉള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഞാനിവിടെ ജനിച്ചു വളർന്ന വാർഡാണ്, അപ്പോൾ നമുക്ക് കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലേക്ക് മാക്സിമം എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് കാണുന്ന എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, വേണ്ട വീടുകളിൽ നമ്മൾ കയറുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അപ്രോച്ചാണ് എല്ലാവർക്കും, കാരണം അവരവരുടേതായ പ്രശ്നങ്ങൾ നമ്മളോട് പറയുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും നമ്മൾ അവരെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ആ രീതിക്ക് മുന്നോട്ട് പോവുകയാണ്. ഈ പാർട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ് അല്ലേ? അതെ, തീർച്ചയായും. പാർട്ടി ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ശബരിച്ചേട്ടൻ ഉൾപ്പെടെ വന്ന് നിൽക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ ഒരു പ്രായത്തിൽ എത്തുക എന്നുള്ളത് വളരെ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ പാർട്ടിയാണല്ലോ എല്ലാം. പാർട്ടി UDF ഒന്നടങ്കം ഇറങ്ങി നിൽക്കുകയാണ്. നമ്മളെന്തായാലും തിരുവനന്തപുരം നഗരസഭ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒന്നടങ്കം പ്രവർത്തിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വളരെ സന്തോഷം. വാർഡും തിരിച്ചു പിടിക്കും. തീർച്ചയായും. മുട്ടട വാർഡ് മുട്ടട വാർഡ് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ വാർഡാണ്. കാരണം ഈ ഒരു ലോക്കൽ ബോഡി വരുമ്പോൾ മാത്രമാണ് നമ്മളെ കയ്യിൽ നിന്ന് നിൽക്കാതെ പോകുന്നത്. പക്ഷേ നമുക്കിപ്പോൾ നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുട്ടട വാർഡ് നമ്മൾ കോൺഗ്രസ് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വാർഡാണ്, UDF ലീഡ് ചെയ്ത് നിൽക്കുന്ന വാർഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ പോരാട്ടം നന്നായി പോട്ടെ. എല്ലാ ആശംസകളും. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.